ഇവിടെ യാവു ക്യുവാന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവൾ ഒരു ഹൊറർ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മനഃപൂർവ്വം ലാപ്ടോപ്പിൽ ആ മൂവി പ്ലേ ചെയ്യുന്നു. എന്നിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഇത് കണ്ട് ക്യുവാൻ പേടിക്കുമ്പോൾ അവനെ കളിയാക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. നീ ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലുള്ള ഹൊറർ മൂവീസാണോ കാണുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ അതേന്ന് പറയുന്നു. പക്ഷേ ഈ മൂവി കണ്ടിട്ട് ക്യുവാനൊരു കുലുക്കോ ഇല്ല. യാവു ആകട്ടെ പേടിക്കുന്നു. ബോസ്, ഈ മൂവി കണ്ടിട്ട് താങ്കൾക്ക് ഒട്ടും പേടി തോന്നുന്നില്ലെന്ന് അവൾ ചോദിക്കുന്നു. ഈ മൂവി കുറച്ച് സ്കേറിയാണ്. പക്ഷെ എനിക്ക് ലോ ഫോമിൽ കിട്ടുന്ന ഭീഷണികളെല്ലാം ഇതിനേക്കാളും സ്കേറിയാണെന്ന് അവൻ പറയുന്നു. യാവു ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നുണ്ട് പേടിച്ചിട്ട്. ഫുഡ് കഴിച്ച ശേഷം യാവു പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യുവാൻ അവളുടെ അടുത്ത് വന്ന്, എൻ്റെ വില്ല എയർപോർട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് അടുത്താണല്ലോ എയർപോർട്ട്. നീ എന്നോട് നോ പറയുകയാണെങ്കിൽ ഞാൻ ഈ കേസ് യൂഫിക്ക് കൊടുക്കുമെന്ന് അവൻ പറയുന്നു. ഞാൻ എങ്ങനെ താങ്കളോട് നോ പറയും? ഈ വീടല്ലെങ്കിലും താങ്കളുടെ അല്ലേ. താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. താങ്കൾ ഇവിടെ തിരിച്ചു വന്നതിൽ ഞാൻ ഹാപ്പിയാണെന്ന് അവൾ പറയുന്നു. ആ ഹൊറർ മൂവി കണ്ട കാരണം യാവു നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിടക്കുമ്പോൾ അവൾ ലൈറ്റ് ഓണാക്കിയിട്ടാണ് കിടക്കുന്നത്. നല്ല കാറ്റടിക്കുന്നു. അത് കാരണം അവൾ ജനലടയ്ക്കാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് ലൈറ്റെല്ലാം ഓഫ് ആകുന്നു. അവൾ പേടിച്ചോടി വന്ന് ക്യുവാന്റെ ഡോർ നോക്ക് ചെയ്യുന്നു. ക്യുവാൻ ദേഷ്യത്തിൽ കതക് തുറന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ലൈറ്റ്സ് പോയെന്ന് അവൾ പറയുമ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. താങ്കൾക്ക് വർക്ക് ചെയ്യണമായിരിക്കുമല്ലോ. താങ്കളുടെ ലാപ്ടോപ്പിൽ പവർ ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അവൾ പറയുന്നു. ക്യുവാൻ കതക് അടയ്ക്കാൻ തുടങ്ങുമ്പോൾ യാവു അവൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറുന്നു. ബോസ്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇത് പറയുന്നതിൽ എനിക്ക് എംബാരസ്മെൻറ്റും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ക്യുവാൻ പെട്ടെന്ന് തൻ്റെ ഷർട്ട് ക്ലോസ് ചെയ്യുന്നു. ഞാൻ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഫൈനലി നിന്റെ റിയൽ സ്വഭാവം നീ വെളിയെടുത്തല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. ഇല്ല ബോസ്, ഞാൻ താങ്കളോട് കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാണെന്ന് അവൾ പറയുന്നു. ഈ കാര്യം നിന്റെ റൂമിൽ പോയാലും നിനക്ക് എന്നോട് ചാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറയുമ്പോൾ ഇല്ല, എനിക്ക് താങ്കളോട് ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നോട് ഓടായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിനക്കെതിരെ ഞാൻ സെക്ഷൽ ഹറാസ്മെന്റിന് കേസ് കൊടുക്കും. നീ ഒരുപാട് ഡ്രാമ കാണാറുള്ളതല്ലേ. ആ ഡ്രാമയിലെല്ലാം എപ്പോഴും സെക്കൻഡ് ലീഡ് ലൈറ്റ് ഇല്ലാത്തപ്പോൾ മെയിൻ ലീഡിൻ്റെ റൂമിൽ വരും. എന്നിട്ട് അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അവനെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. നീയും അതല്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ബോസ്, താങ്കൾ എന്നെക്കുറിച്ച് ഇത്രയും മോശമായാണ് ചിന്തിക്കുന്നത്. ഞാൻ താങ്കളോട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൾ സാഡായിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. യാവുവിനോട് ഇത്രയും മോശമായി സംസാരിച്ചതിൽ ക്യുവാനും ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അവളോട് ശരി, നിന്റെ ഡൗട്ട് എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിക്കുന്നു. ക്യുവാൻ യാവുവിനെ തൻ്റെ റൂമിലിരുത്തി അവളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം അവളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ഡീറ്റെയിൽഡ് ആൻസറാണ് കൊടുക്കേണ്ടിയിരുന്നത്. സോ ലാപ്ടോപ്പ് യൂസ് ചെയ്താണ് അവൻ ആൻസർ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ യാവുവിൻ്റെ ഫോൺ താഴെ വീഴുന്നു. എത്ര തപ്പിയിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. യാവു ക്യുവാനോട് തൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. റിങ് ചെയ്യുമ്പോൾ അവൻ താഴ്ന്ന് അവളുടെ ഫോൺ എടുക്കുന്നു. ക്യുവാൻ നോക്കുമ്പോൾ യാവു അവളുടെ ഫോണിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഒരു പെറ്റ് നെയിമിലാണ്. എന്താണിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവൻ പറയുമ്പോൾ ബോസിനറിയാമല്ലോ എനിക്ക് പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ പേരൻസും അവരുടെ മക്കളെ സ്നേഹത്തോടെ ഓരോ പെറ്റ് നെയിംസ് അല്ലേ വിളിക്കുന്നത്. എനിക്കും പെറ്റ് നെയിം ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ ഈ സർക്കിൾ എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നു. ഈ ക്വസ്റ്റ്യന് മറുപടി പറയാൻ യാവുവിൻ്റെ പക്കൽ ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. ബോസ്, നമുക്കിപ്പോൾ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് അവൾ പറയുമ്പോൾ എനിക്ക് നിന്റെ ഒരു ക്വസ്റ്റ്യനും ആൻസർ പറയണ്ട. നീ ഇപ്പോൾ തന്നെ എൻ്റെ റൂമിൽ നിന്ന് പോകാൻ അവൻ പറയുന്നുണ്ട്. പക്ഷെ യാവു ആകട്ടെ പോകാൻ തയ്യാറല്ലായിരുന്നു. ഫെവിക്കോള് പോലെ അവൻ്റെ കാലിൽ ഒട്ടിയിരിക്കുകയാണ്. ബോസ്, സത്യം പറയാമല്ലോ, ഹൊറർ മൂവി കണ്ടുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ലൈറ്റും ഇല്ല. ഞാൻ ഈ റൂമിൽ എവിടെയെങ്കിലും ഒരു കോണിൽ താങ്കളെ ശല്യപ്പെടുത്താതിരുന്നോളാം എന്ന് അവൾ പറയുന്നു. ലാസ്റ്റ് ക്യുവാനും അവളെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. റൂമിലിരിക്കാൻ അവളെ സമ്മതിക്കുന്നുണ്ട്. അവൾ താഴെ ബെഡൊക്കെ വിരിച്ച് അവിടെ കിടക്കുന്നു. പക്ഷേ യാവിന് ഉറക്കം വരുന്നില്ല. അവൾ നോക്കുമ്പോൾ ക്യുവാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ അവൾ അവനോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്.
ഈ ലോ പ്രൊഫഷനിൽ താങ്കൾക്കും എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടോ, അതോ ആദ്യം മുതലേ താങ്കൾ ഇത്രയും സക്സസ്ഫുൾ ആയിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ ഫാമിലിക്ക് എൻ്റെ ഈ പ്രൊഫഷൻ ഇഷ്ടമല്ല. അവരുടെ ആഗ്രഹം ഞാൻ ഫാമിലി ബിസിനസ് നോക്കി നടത്തണം എന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ പ്രൊഫഷണൽ തീരുമാനത്തിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ചിലവിനുള്ള ഒരു പണം പോലും അവർ എനിക്ക് തന്നിട്ടില്ല. സോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ പഴയ ബോസസിൻ്റെ റൂഡ് ബിഹേവിയറിനെ കുറിച്ചും അവൻ അവളോട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ നിലയിൽ എത്തിയത് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ യാവോനും കുറെ ഇൻസ്പിറേഷൻ കിട്ടുന്നു. തൻ്റെ ബോസും ആദ്യമൊക്കെ തന്നെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നു. രണ്ടുപേരും മിഡ് നൈറ്റിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ജുൻഹെങ് ലോ ഫോമിൽ വന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇവിടെ എൻ്റെ സാലറി ബെറ്റർ ആണ്. എനിക്ക് സത്യത്തിൽ കേസിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. എൻ്റെ പഴയ ഓഫീസിൽ എനിക്കൊരിക്കലും ഇതുപോലെ റിയൽ കേസിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. പകരം എന്നെ കൊണ്ട് ഓഫീസിലെ ചെറിയ ചെറിയ ജോലികളാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബോസിൻ്റെ വൈഫിന് ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. ചില സമയങ്ങളിൽ ഞങ്ങളുടെ ബോസ് ഓഫീസിലുള്ള ഗേൾസിനെ എല്ലാം ക്ലയൻസിൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി ഷോപ്പീസായി കൊണ്ടുപോകുമായിരുന്നു എന്നും അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ക്യുവാൻ ദേഷ്യം വരുന്നു. നിനക്ക് നോ പറയാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ നോ പറഞ്ഞു. അതുകൊണ്ടാണ് ആ ജോബ് ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അവൻ അവളോട് അവളുടെ പഴയ ബോസിൻ്റെ പേര് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും ഉറങ്ങാനായി വീണ്ടും റൂമിൽ വരുന്നു. ബോസ്, താങ്കൾ എനിക്ക് കുറച്ച് ടിപ്സ് തരാൻ പറ്റുമോ? താങ്കളെ പോലെ ഫ്യൂച്ചറിൽ എനിക്കും സക്സസ്ഫുൾ ആകാനെന്ന് അവൾ ചോദിക്കുന്നു. ശരി, 2 വർഷത്തേക്ക് നീ ഒരു ലവ് അഫെയറിലും വീഴരുത്, മാരിയും ചെയ്യരുത്. ജോലി എന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. ശരി ബോസ്, താങ്കളെപ്പോലെ ഒരു ഹാൻസം ബോയ് വന്നാൽ പോലും ഞാൻ ഒരിക്കലും അവനിൽ വീഴില്ലെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ കിടക്കുന്നുണ്ട്. ഇത് കേട്ട് ക്യുവാൻ മനസ്സിൽ ഇവൾ എന്ത് സ്റ്റുപ്പിഡാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നു.